ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് കോട്ടയം സ്റ്റൈലിലുള്ളൊരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാതെ മീൻ കറി. അതിനായിട്ട് ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ മീഡിയം സൈസുള്ള ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് 4 സവാളയാണ്. വലിയ സൈസാണെങ്കിൽ ഒരു 3 എടുത്താൽ മതി കേട്ടോ. 4 സവാള ഇട്ടിട്ടുണ്ട്. കോട്ടയം സ്റ്റൈൽ മീൻകറി കേട്ടിട്ടില്ല? അടിപൊളി എരിവും പുളി ഉപ്പും ഒക്കെ കൂടി നിൽക്കുന്ന ഒരു അച്ചായൻ സ്റ്റൈലിലുള്ള മീൻകറിയാണ് കേട്ടോ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ഇതൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം. സുഖമൊക്കെ ആണോ എല്ലാവർക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹൈറും ബർക്കത്തും എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കണം അല്ലേ? അല്ലാതെ വെറുതെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് കഴിക്കാനും ടേസ്റ്റ് വേണം. ഒരാൾ കഴിച്ചാൽ അത് അൽഹംദുലില്ലാ എന്ന് പറയുന്ന രീതിയിലുള്ള ഫുഡായിരിക്കണം. ഒരാൾക്ക് കൊടുത്താലും അതുപോലെ തന്നെ വയറ് നിറയുകയും വേണം, തൃപ്തിയാവും വേണം അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറികളും ചോറൊക്കെ ഉണ്ടാക്കിയാലാണ് അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ കറി ഒന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ. അടിപൊളിയാട്ടോ. ഓക്കെ, സവാളയൊക്കെ ഇടാം. വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഇതാ ഉണ്ടോ. കരിപ്പിച്ച് കളയരുത്. നല്ലോണം മുരിയും വേണ്ട. അതിൻ്റെ പച്ചച്ചവ മാറിക്കിട്ടിയാൽ മതി. സവാളയുടെ നിറമൊന്നും മാറിക്കിട്ടുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെയൊക്കെ. അല്ലാതെ മുരിഞ്ഞ് കഴിയുമ്പോഴും അത് അടി പിടിച്ചാലൊക്കെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയുള്ള കറിയൊക്കെ നമുക്ക് മീൻകറിയല്ലേ, കുറച്ച് എരിവിരുന്നോട്ട് ഒരു 4-5 പച്ചമുളക് നെടുകെ കീറി അതിനകത്തോട്ട് മുറിച്ചിടാം. മീൻകറിക്ക് എപ്പോഴും ഇച്ചിരി എരിവും കൂടി ഉപ്പൊക്കെ കൂടി നിൽക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കറി നമുക്ക് 2-3 ദിവസം വെച്ചാലും ചീറ്റാവത്തില്ല കേട്ടോ. 3-4-5 ദിവസമൊക്കെ വെക്കാൻ പറ്റിയ കറിയാട്ടോ. ഇത് എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ പച്ചമുളക് ഇട്ട് ഇനി നമുക്ക് ഇടേണ്ടത് വേപ്പല. നല്ല ശുദ്ധമായ വേപ്പല ഇതിനകത്തിട്ട് നല്ല മണം വരുന്നുണ്ട്. ഉലുവ കടുക് ഇതൊന്നും ഇതിനകത്ത് ചേർക്കണ്ട. ഉള്ളി സവാള മാത്രം, പച്ചമുളക് സവാള. പിന്നെ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ. തക്കാളി പറഞ്ഞ പോലെ ചേർക്കുമ്പോൾ നമ്മൾ അതിലെ ജലാംശം മുഴുവനും കളയണം. അപ്പോഴാണ് ആ തക്കാളി, അല്ലെങ്കിൽ തക്കാളിയുടെ വെള്ളം ഇരിക്കുമ്പോൾ പച്ച തക്കാളി ഒരിക്കലും കറിയിലേക്ക് ഇടരുത്. കറിയിലേക്ക് ഇടുമ്പോൾ അതിനകത്തിട്ട് വഴറ്റി, എണ്ണയിലിട്ട് വഴറ്റിയിട്ട് വേണം തക്കാളി ചേർക്കുക. എന്നിട്ട് വേണം മസാലപ്പൊടികളൊക്കെ ചേർത്ത് വെള്ളം ചേർത്ത് മീൻ വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് കറി ചീത്തയായിപ്പോയി, അഴുക്കായിപ്പോൾ നമുക്ക് 2-3 ദിവസമൊന്നും ഇരിക്കത്തില്ല. അതാകുമ്പോൾ നമുക്ക് കേടുകൂടാതെ ഇരിക്കും. നമുക്ക് വേപ്പല ഇടാം. വേപ്പല ഇതുപോലെ കണ്ടോ, ഇങ്ങനെ കൂമ്പോട് കൂടി ഒടിച്ചെടുക്കണം. ഒരിക്കലും അടത്തി എടുക്കരുത്. ഇതുപോലെ എടുക്കണം കേട്ടോ. ഓക്കെ, നമുക്കതിലേക്ക് ഇടാം. ഇനി നമുക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. അതിനായിട്ട് മുളക്, കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കത്തില്ല കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതാണ്. ഇതാണ് അതിനകത്തോട്ട് ചേർക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കരുത്. ഇത് കോട്ടയം സ്റ്റൈലിലുള്ളൊരു മുളകിട്ട മീൻ കറിയാണ് കേട്ടോ. അടിപൊളിയാണ്, ചീത്തയാവാത്ത കറിയാണ്. നമുക്കതിലേക്കിടാം.
തീ ലോ ആയിട്ട് ഇട്ടിട്ട് വേണം കേട്ടോ. തീ വളരെ കുറച്ചിട്ട് വേണം കേട്ടോ. മുളക് പൊടിവർഗ്ഗങ്ങൾ ഇടുമ്പോൾ തീ കുറയ്ക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോഴത് ശ്രദ്ധിക്കണം. മീൻകറി വെക്കുമ്പോൾ പൊടികളൊന്നും കരിയാൻ പാടില്ല. അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരാൻ പറ്റും. അപ്പോൾ മീൻകറിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും. പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പിഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ചേർക്കുന്ന പുളി ചാണകപ്പുളി കേട്ടോ. ചാണകപ്പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇളക്കിയതിൻ്റെ മണമെല്ലാം പോയിട്ട് നമുക്കതിലേക്ക് പുളിവെള്ളം കേട്ടോ. അത് നല്ലോണം അരിച്ച് വെച്ചേക്കുന്നതാണ്. ഒട്ടും തരി വീഴാതെ നമ്മുടെ നൈസ് അരിപ്പയിൽ അരിച്ച് മാറ്റി വെച്ച ഇതായിരിക്കണം. ഒട്ടും തരി വീഴരുത്. അതുപോലെ വേണം വെള്ളം. ആ പുളിവെള്ളം മാത്രം അതിലേക്ക് ഒഴിക്കുക. തക്കാളി ഇതുപോലെ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തക്കാളി ഒന്ന് അതിലെ വെള്ളം വറ്റിച്ചെടുത്തിട്ട് വേണം കേട്ടോ ആ മീൻ കറിയിലേക്ക് ചേർക്കാനായിട്ട്. മെയിനായിട്ട് ഇതിൽ തക്കാളിയുടെ ടേസ്റ്റാണ് ഇതിലുണ്ടാവുക. അതാണ് ഈ മീൻ കറിയിലേക്ക് ചേർക്കാവുക. തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ വെന്ത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെള്ളം വറ്റിച്ച് കളയണം. എന്നിട്ട് തക്കാളി ചേർക്കാവുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ തക്കാളി സൂപ്പറായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ആ മസാലയൊക്കെ ഒന്ന് വേവണം. ഇത്രയും പണിയേ ഉള്ളൂ. നമ്മുടെ കറി റെഡിയാവും. ഇനി ആവശ്യത്തിന് ഓക്കെ, ഇനി മൂടി വെച്ച് നമുക്ക് വേവിച്ചിട്ട് മീനിടാം. അത് വെന്ത് വരട്ടെ. മസാലയൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് മീൻ ചേർക്കാം. അങ്ങനെ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി, അടിപൊളിയായിട്ട് വറ്റി വന്നേക്കുന്നുണ്ടോ. വെന്ത് നല്ല മണമായിരുന്നു. നല്ല ടേസ്റ്റാട്ടോ. കൊഴുത്ത നല്ല കൊഴുപ്പുള്ള നല്ല മുളകിട്ട ഫിഷ് കറി. നല്ല കപ്പൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. നമുക്ക് മീനിട്ടാലോ. മീനകത്ത് തൊട്ടിടാം. മീൻ നമുക്ക് ഒന്ന് നല്ലതുപോലെ വറ്റി വെന്ത് വരട്ടെ കേട്ടോ. അധികം മുള്ളില്ലാത്ത നല്ല അടിപൊളി മീനാട്ടോ. അതിൻ്റെ പേരെന്നാന്ന് അറിയത്തില്ല. നല്ല മീനാണ്, മുള്ളില്ല, നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് മീനായിരിക്കും. വെന്ത് വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും. മുളകൊക്കെ പിടിച്ച് അതിനകത്ത് പുളി അതിലോണം മീൻ തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും. ചോറിനും കപ്പക്കും എല്ലാത്തിനും പറ്റിയ നെയ്ച്ചോറിനൊക്കെ അടിപൊളിയായിട്ടോ ഇത് ചെയ്യട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറി ഒന്നും കൂടി വറ്റി വരും. വെന്ത് വരുമ്പോഴത്തേക്കും ഇത്തരം മീൻകറി നമ്മൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ 2 ദിവസം കഴിയുമ്പോൾ വരും. നമുക്ക് വിരുന്നുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കറിയായിട്ട് ഇത് ഉപയോഗിക്കാം. അതിനായിട്ട് നമുക്ക് 2 ദിവസം മുമ്പ് തന്നെ ഇത് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നല്ല പുളി ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞ് കറി ഇളക്കാതെ ഇതുപോലെ തിളച്ച വടി നമ്മൾ ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം മൂടി വെക്കാം. അത് കഴിഞ്ഞ് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഒരാഴ്ച വരെ നമുക്ക് ഒരു കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റിയ മീൻ കറി കേട്ടോ. തോറും ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് സേവ് ചെയ്ത് വെക്കണം. ഇത് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, മീൻകറി റെഡിയായി വന്നിട്ട് നമുക്ക് ഊണ് കഴിക്കാം. ഓക്കെ, ഇതാ അങ്ങനെ നമ്മുടെ കോട്ടയം അച്ചായൻ സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മുളകിട്ട ഫിഷ് കറി സൂപ്പർ ടേസ്റ്റ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് സേവ് ചെയ്ത് വെച്ചോളൂ, എല്ലാവർക്കും ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉണ്ടോ, കപ്പക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചായൻ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി. ഓക്കെ, ബൈ.